ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സർ ചേരുകയാണ്. Good morning, Pradeep sir. Welcome to the show. Morning, Jasmine, and morning, viewers. ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ ഒരു വ്യാപാരം നോക്കുമ്പോൾ നിയർ ടൈം സപ്പോർട്ടുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് ഒരു കറക്റ്റീവ് ഫേസിലേക്കായിരുന്നു വിപണി പോയിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബുൾസും ബിയേഴ്സും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് എത്തുകയാണ്. 25 ഓഹരികൾ നേട്ടത്തിൽ വരുമ്പോൾ 25 കമ്പനികളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് മാർക്കറ്റ് മാറുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഇന്നത്തെ സപ്പോർട്ടിന് വേണ്ടി 21,700 21,700 പോയിന്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഇന്ന് കാര്യമായിട്ട് ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഈ ഒരു ഷോർട്ട് ടേം കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്കൊരു സ്ഥിരീകരിക്കണമെങ്കിൽ 22,200 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് ചെയ്യാൻ. സോ മൈ എക്സ്പെക്ടേഷൻ ഇന്ന് നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യും. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോഴും 72 പോയിന്റിന്റെ ഇടിവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. 45,796 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് ആദ്യ നിമിഷങ്ങളിൽ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോർണിംഗിലും സർ SBI, HDFC ബാങ്ക് എന്നിവ സ്റ്റോക്കുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ഇന്നിപ്പോൾ ഫോക്കസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? ബാങ്കിന്റെ കേസിൽ ഒത്തിരി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നുണ്ട്. ബട്ട് ഇന്നത്തെ ഒരു ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 45,600 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് വരും സെഷൻസിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഞാൻ നിഫ്റ്റി 50യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 47,000 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു സേഫ് സോണിൽ എത്തിയെന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ആസ് ഫാർ ആസ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആർ കൺസേൺഡ്, നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ നാച്ചുറലി എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് കണ്ടിന്യൂസ് ടു ബി HDFC ബാങ്ക്. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് ഇന്നൊരു സേഫ് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 1,430 രൂപയുടെ മുകളിൽ HDFC ബാങ്ക് ക്ലോസ് ചെയ്യണം. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 80 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. ബട്ട് IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് 82 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്ത് കെയർ ഇന്നിപ്പോൾ 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത് എന്ന് കാണാം. പക്ഷേ ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ PSU ബാങ്ക് റിയൽറ്റി സൂചികയ്ക്ക് ശേഷം ഏറ്റവും അധികം പെർഫോമൻസ് വന്നിട്ടുള്ളത് ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം ഈ ഒരു സൂചികയെ മുന്നോട്ട് നയിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാനായിട്ട്? ഹെൽത്ത് കെയർ, ഫാർമ സൂചികകളുടെ നിലവിലെ അണ്ടർടോൺ എങ്ങനെയാണ്? നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 19,000 പോയിന്റിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 10 സെഷൻസ് ആയിട്ട് ഏകദേശം ആ ലെവലിലെ ട്രേഡിംഗ് വരുന്നത്. ബട്ട് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ടറിൽ ലോ റിസ്ക് ആയിട്ട് അധികം ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ബട്ട് നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 18,600 പോയിന്റ് ആയിരിക്കണം. ഇന്നത്തെ വിപണിയിൽ KNR കൺസ്ട്രക്ഷൻസിനെ സംബന്ധിച്ച് 1% ഒരു ഇടിവ് നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 272 രൂപ റേഞ്ചിലാണ് KNR കൺസ്ട്രക്ഷൻസ് മുന്നോട്ട് പോകുന്നത്. KNRന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും തന്നെ നൽകാത്തൊരു സ്റ്റോക്ക് തന്നെയാണ് KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ KNR കൺസ്ട്രക്ഷൻസ് കൈവശമുള്ള ഒരു നിക്ഷേപകൻ പ്രധാനമായിട്ടും ഇനി സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? See, KNR Construction is a small cap stock. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്.
അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ എനിക്ക് ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു അഡ്വൈസ് ഇസ് ദാറ്റ് KNR കൺസ്ട്രക്ഷൻ പോലെയുള്ള സ്മോൾ ക്യാപ്പിന് പകരം ഒത്തിരി വലിയ ഫൈനാൻഷ്യലി മച്ച് സ്ട്രോങ് റിയാലിറ്റി കമ്പനീസ് നമ്മുടെ മുന്നിൽ ഒത്തിരി ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു ഫേവറേറ്റ് പിക്ക് ഇസ് ഓബ്രോയ് റിയാലിറ്റി. സോ ഓബ്രോയ് റിയാലിറ്റി DLF ആൻഡ് ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ മുന്നേറ്റം വന്നിട്ട് പോലും ഓബ്രോയ് റിയാലിറ്റിയിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടില്ല. ഓബ്രോയ് റിയാലിറ്റിയുടെ കേസിൽ 1420 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ആ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ 2% മുകളിൽ നേട്ടം നൽകുന്ന ശ്രീറാം ഫിനാൻസിനെ കുറിച്ചാണ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 2455 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ കൂടി ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സിൽ UPL-ന് പകരം ശ്രീറാം ഫിനാൻസ് എത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളെ തുടർന്നാണ് ഈ ഒരു സ്റ്റോക്കിൽ നിലവിലെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പിലടക്കം കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ശ്രീറാം ഫിനാൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 1760 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഈ ആഴ്ച തന്നെ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 2520 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 2220 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് രാജ്നന്ദിനി മെറ്റലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. നിലവിൽ ഇപ്പോൾ 4.68% ഒരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി പ്രകടമാക്കുന്നത്. 12 രൂപ 30 പൈസ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള ഒരു നിക്ഷേപകൻ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? രാജ്നന്ദിനി മെറ്റൽ. പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇത് അടുത്തൊരു സെഷനിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ സാർ. ഒപ്പം തന്നെ സൽസാർ ടെക്നോ എന്നുള്ള ഒരു കമ്പനിയുടെ കൂടി വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ 1.71% ഇടിവിലാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ വ്യൂ? ടെക്നോളജി ആണോ സൽസാർ ഇലക്ട്രോണിക്സ് ആണോ? സൽസാർ ടെക്നോ. അങ്ങനെ ഒരു സ്റ്റോക്കിന്റെയും ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഇതും അടുത്തൊരു സെഷനിൽ കവർ ചെയ്യാം. പ്രദീപ് സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയ ബജാജ് ഹെൽത്ത് കെയർ സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ 13% നേട്ടം. UK യൂറോപ്യൻ യൂണിയൻ ഉപഭോക്താക്കളുമായി നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് 13% നേട്ടം ബജാജ് ഹെൽത്ത് കെയറിന്റെ ഓഹരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്താനായിട്ട് ഈ സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. 2023 ഒക്ടോബറിലാണ് ആ ഒരു റെക്കോർഡ് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടവും നൽകാത്ത ഒരു സ്റ്റോക്കാണ് ഈ ഒരു ബജാജ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഈ വർഷവും 7.38% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നേറ്റം കുറിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഹെൽത്തിന്റെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ബട്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ലെവല് നമുക്ക് നൽകിയത്. ആ ഒരു ലെവൽ 513 രൂപയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്കിലെ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ ഇടയായത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ അറൌണ്ട് 310 രൂപയായിരുന്നു ഇതൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 310 രൂപയിൽ നല്ല ശക്തമായിട്ടൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ ഒരു ശക്തമായ ഒരു ബൈങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുമുണ്ട്. സോ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് 380 രൂപയില. ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ ഈ ഒരു ലെവലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 380 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ അത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന് 380 നിന്നും
420 രൂപ വരെ നമുക്ക് നേട്ടം നൽകാൻ ചാൻസസ് ഉണ്ട്. ഇന്നിപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രയുടെ ഓഹരികളെ സംബന്ധിച്ച് 0.33% മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. 1419 രൂപ 20 പൈസ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള സാറിന്റെ വ്യൂ എന്താണ്? ഈ ഒരു ഷെയർ വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് അഗെയിൻ ഒരു വോളറ്റിലിറ്റി ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 1600 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ട്രൈ ടു കവർ ദ ലോങ് പൊസിഷൻ, ആ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 1380 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ the short-term trend will turn bearish. യെസ് പ്രദീപ് സർ, കൽപതാരു പ്രോജക്ട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വ്യാപാരത്തിൽ 1.4% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഈ മാസം തന്നെയായിരുന്നു റെക്കോർഡ് നിലവാരത്തിൽ ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതും. നിലവിൽ 982 രൂപയിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്നും 966 രൂപയിലാണ് നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൽപതാരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മികച്ച ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. ഈ വർഷവും ഇതുവരെ 36% മുന്നേറ്റം കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. സോ കൽപ്പത്താരയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്ന 600 രൂപയിൽ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 1040 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ current levels is a nice level to book our profits. ഗബ്രിയേൽ എന്ന സ്റ്റോക്കിന്റെ ഓഹരി വ്യൂ ആണ് ചോദിക്കുന്നത്. നിലവിൽ 345 രൂപ 50 പൈസ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ഓഹരിയിൽ കനത്ത ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്മേലുള്ള ഒരു സാറിന്റെ ഒരു സ്റ്റാൻസ് എന്താണ്? ഗബ്രിയൽ കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായ 443 രൂപ എത്തിയത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സ്റ്റോക്കിന്റെ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. 340 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് ലോങ് പൊസിഷൻസ്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പൊ കാണുന്നില്ല. എസ് പ്രദീപ് സർ, ഗെയിലിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 0.5% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് മാർക്കറ്റിന്റെ ഒരു ഇടിവ് കാരണം തന്നെ. പക്ഷേ ഈ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ 65% ഉയർന്നിട്ടുള്ള ഒരു പൊതുമേഖലാ സ്റ്റോക്ക് കൂടിയാണ്. JP മോർഗൻ ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഒക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നും കാണാം. 200 രൂപയിൽ താഴെയുള്ള ഈ ഒരു പൊതുമേഖലാ സ്റ്റോക്കിന്റെ അണ്ടർടോൺ നിലവിൽ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്ക് ഇസ് ഡെഫിനറ്റ്ലി ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 110 രൂപയിൽ. 110 രൂപയിൽ നിന്നും ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് വരെ ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹൈ റിസ്ക് സ്ട്രാറ്റജി തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 170 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.1% നേട്ടത്തിൽ ഫ്ലാറ്റ് ആയിട്ട് 1920 രൂപ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി എല്ലാ സ്റ്റോക്സും തന്നെ ടേൺ അറൌണ്ട് സ്റ്റോക്സ് ആയിട്ട് ഞാൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനി സ്റ്റോക്സിലൊക്കെ ഈ നിഫ്റ്റി 50 കണ്ട കറക്ഷനെ തുടർന്ന് ഈ സ്റ്റോക്സിൽ നമുക്ക് കഴിഞ്ഞ 2 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ചാൻസ് ഇടയായി. സോ അദാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1840 അതിനെ തുടർന്ന് 1750. 1750 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഇമീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കാണുന്നത് 2040 രൂപ. 2040 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ അഗെയിൻ ടേൺ ബുള്ളിഷ്.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ മറ്റൊരു പൊതുമേഖലാ സ്റ്റോക്ക് ആയിട്ടുള്ള NBCC ഇന്ത്യയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 6% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് NBCC. പക്ഷേ ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ ഇപ്പോൾ ഒരു ഫെബ്രുവരിക്ക് ശേഷം തന്നെ 59% ഒരു നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് NBCC എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അഫ്കോഴ്സ് മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് NBCC. നിലവിലെ NBCCയുടെ അണ്ടർടോൺ എങ്ങനെയാണ്? NBCCയുടെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ലോങ് ടേം. ബട്ട് ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിന് ഒത്തിരി പ്രോബ്ലംസ് കാണുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. 118 രൂപ ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അപ്പോൾ ഇതിനെ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ താങ്കൾ ഏതെങ്കിലും സ്റ്റോക്സുകൾ പ്രത്യേകമായി ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ട്രേഡിംഗ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ ട്രേഡിംഗിൽ ഒരേ ഒരു സ്റ്റോക്ക് ജിയോഫിന്റെ കേസിൽ മാത്രം നമുക്കൊരു നേരിയ നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈവൺ ഇൻ ദ കേസ് ഓഫ് ജിയോ ഫൈനാൻഷ്യൽ, മൈ അഡ്വൈസ് വിൽ ബി നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മളൊരു റിക്കവറി ഇന്ന് കണ്ടില്ലെങ്കിൽ ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് മാർക്കറ്റിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക.